മനുഷ്യൻ്റെ വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും മൂങ്ങകൾ പൊതുവെ വില്ലന്മാരാണ്. ലോകത്തെങ്ങും മാന്ത്രിക കഥകളിലും പ്രേതകഥകളിലുമെല്ലാം മൂങ്ങ പ്രധാന കഥാപാത്രമാണ്. മുത്തശ്ശി കഥകളിൽ മാത്രമല്ല ഇതിഹാസങ്ങളിലുമുണ്ട് മൂങ്ങയെക്കുറിച്ചുള്ള കഥകൾ. മഹാഭാരത യുദ്ധത്തിൻ്റെ ഒടുവിലുണ്ടായ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ മൂങ്ങകളാണെന്ന് പറയാം. ആ കഥ ഇങ്ങനെയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം കൗരവർ തോറ്റു, പാണ്ഡവർ ജയിച്ചു. കൗരവരുടെ തോൽവിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവാണ്. പാണ്ഡവരോട് പ്രതികാരം ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. അതിനൊരു വഴി തേടി അശ്വത്ഥാമാവ് അലഞ്ഞു. അപ്പോഴാണ് പകൽ തങ്ങളെ ഉപദ്രവിച്ച കാക്കകളെ ഒരു കൂട്ടം മൂങ്ങകൾ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറപറ്റി അതിക്രൂരമായി ആക്രമിക്കുന്നത് കണ്ടത്. ആ കാഴ്ച അശ്വത്ഥാമാവിന് പ്രചോദനമായി. രാത്രി തന്നെ പാണ്ഡവരുടെ പാളയത്തിലേക്ക് അശ്വത്ഥാമാവും കൂട്ടുകാരും ചെന്നു. ഉറങ്ങിക്കിടന്ന അവരെ വെട്ടിയും കുത്തിയും വധിച്ചു. എന്നിട്ട് പാളയത്തിന് തീയിട്ടു. പഞ്ചപാണ്ഡവന്മാരും ഏതാനും ചിലരും മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടത്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് മൂങ്ങകളാണെന്ന് പറയാം, പ്രത്യേകിച്ചും വെള്ളിമൂങ്ങകൾ. വെള്ളിമൂങ്ങകളെ കുരുതി കൊടുത്താൽ ഐശ്വര്യം വരുമെന്ന തെറ്റായ വിശ്വാസം പാവം വെള്ളിമൂങ്ങകളുടെ നാശത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന വെള്ളിമൂങ്ങകളെ പിടികൂടാനും വിൽക്കാനും വൻ സംഘങ്ങൾ തന്നെ ഇപ്പോഴുണ്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ വംശനാശത്തിലേക്കാണ് വെള്ളിമൂങ്ങകളെ എത്തിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബേർഡ്സ് ഫാക്ട്സ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ. താങ്ക്